നമസ്കാരം. വർഷഫലത്തിൽ ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഒരു വർഷക്കാലഘട്ടം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങളുടെ വാക് സാമർഥ്യം കൊണ്ട് മാത്രം നിങ്ങൾക്ക് പലതരം നേട്ടങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം. ജോലി സ്ഥലത്തായാലും ശരി, നിങ്ങളുടെ സംസാരം മൂലം നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു. ബിസിനസ് മേഖലയിലും നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു. നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നോ അവിടെയെല്ലാം നിങ്ങൾ സംസാരിച്ച് മുന്നിലെത്തുകയും നിങ്ങളുടെ സംസാരം മൂലം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും നേട്ടങ്ങളുണ്ടാകുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ലഭിക്കുന്ന ഒരു വർഷം. വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു. വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ, അവർ ആഗ്രഹിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം, അങ്ങനെ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും ഇനി വരുന്ന ഒരു വർഷക്കാലഘട്ടം നിങ്ങളെ തേടി വരുന്നത്. സുഖഭോജനങ്ങൾ ലഭിക്കുന്നു. മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദേഹസൗഖ്യം ലഭിക്കുന്നു. അത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ മാറുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കുന്ന ഒരു വർഷമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയയ്ക്കുക. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ്. അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ അതും നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് അതൊന്ന് രേഖപ്പെടുത്തുക. എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. അവരുടെ പേര് നക്ഷത്രം നമ്മൾ എഴുതിയെടുക്കുന്നുണ്ട്, കൃത്യമായി നോട്ട് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മാറ്റം, ഒരു ചെറിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ കൃത്യമായി ഒന്ന് പേര് നക്ഷത്രവും നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ് അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. ഈ ഒരു ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലഘട്ടം ഇടവൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ, വാക്സാമർത്ഥ്യം കൊണ്ട് അവർക്ക് ഒരുപാട് നല്ല അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടാകും. എന്നുണ്ടെങ്കിലും ബിസിനസ് രംഗത്ത് നിങ്ങൾക്ക് നേട്ടം വരുന്നതിനോടൊപ്പം തന്നെ ചിലവുകളും വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുവാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ചിലവ് കുറയ്ക്കുക. ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ മാത്രമല്ല, ജോലി സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ജോലിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കഴിവ് കണ്ട് പ്രൊമോഷൻ നൽകുന്നു, സാമ്പത്തിക പുരോഗതി, സാമ്പത്തികം കൂട്ടിത്തരുന്നു, ശമ്പളം വർദ്ധിപ്പിക്കുന്നു. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾക്ക് ശമ്പളം വർദ്ധിക്കുന്നു, ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നു. പക്ഷേ എത്ര തന്നെ സാമ്പത്തികം കയ്യിൽ വന്നാലും അത് സേവ് ചെയ്യുവാൻ സാധിക്കാതെ ചിലവായിക്കൊണ്ടേയിരിക്കുന്നു. 25,000 രൂപ ഒരു മാസം കയ്യിൽ വരികയാണെന്നുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ട് തന്നെ ആ ധനം പൂർണ്ണമായും ചിലവാകുന്നു. ഒരു 15-ാം തീയതിക്ക് ശേഷം സാധാരണക്കാരൻ കടം വാങ്ങിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ എത്ര തന്നെ വരുമാനം വരുന്നു എന്നതല്ല പ്രധാനം, അതിൽ എത്ര രൂപ നമ്മൾ സേവ് ചെയ്യുന്നു, നമ്മൾ എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു, അതാണ് നോക്കേണ്ടത്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അത് സാമ്പത്തികം, പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ജീവിച്ച് തീർക്കരുത്. നമ്മൾ പണമുണ്ടാക്കുന്നത് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ്. അത് ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ വരവിനൊത്ത് ജീവിക്കുക. വരവ് കവിഞ്ഞുള്ള ചിലവുകളാണ് ഇന്ന് പലരുടെ ജീവിതവും തകർച്ചയിൽ പോയി നിൽക്കുന്നത്. സാധാരണ ഒരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് എത്രമാത്രം വരുമാനമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിനുള്ള വീട് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഒരു വാഹനം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ആഡംബര വസ്തുക്കൾ വാങ്ങുമ്പോഴോ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകതയാണ് അടുത്തുള്ള വ്യക്തികൾ എന്തു ചെയ്യുന്നു അതിനേക്കാളും ഒരുപടി മുകളിൽ നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു രീതി. അതുതന്നെയാണ് നമ്മളെ ഉയരങ്ങളിൽ എത്തിക്കാതെ പല മേഖലകളിലും താഴോട്ട് തള്ളിയിട്ട് കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മളെക്കാളും ഉയർന്ന ആളിനെ നോക്കി ചിലവാക്കാതെ നമ്മളെക്കാളും കഷ്ടപ്പെട്ട് കഴിയുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെ നോക്കുക, അവരെ കണ്ട് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മളും ചിലവെല്ലാം ചുരുക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ബാങ്കിൽ നല്ലൊരു എമൗണ്ട് സേവിങ്സ് ആയിട്ട് കിടക്കുവാൻ സാധിക്കും. കാരണം അതൊക്കെ ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, മറ്റ് പല മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലക്ഷങ്ങളാണ് ഒരു മാസം വരുമാനം വാങ്ങുന്നത്. പക്ഷേ 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അവരുടെ കയ്യിൽ ഒരു സേവിങ്സ് ഇല്ല. ചിലവാക്കുകയാണ്, കിട്ടുന്നതെല്ലാം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും പറയുവാൻ കാരണം
ചിലവ് വളരെയധികം കൂടുതലായി കാണുന്നുണ്ട്. ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നു, ജോലി സംബന്ധമായി ലാഭമുണ്ടാകുന്നു. നിങ്ങളുടെ കഴിവ് മുഖാന്തരം എവിടെ പോയാലും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ ഒരു വർഷക്കാലഘട്ടം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിലൊരു ബാലൻസ് പോലും ഇല്ലാതെ അത്രയും തീർക്കുന്നു. അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായും നിങ്ങൾക്കൊരു നിയന്ത്രണമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ചിലവ് നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം കുടുംബജീവിതം അത് വളരെയധികം ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. അവിടെ നിങ്ങളുടെ സംസാരം മൂലം പല വിഷയങ്ങളും നേരെ പോകും എന്നുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ പിണങ്ങിയിരിക്കാനോ അല്ലെങ്കിൽ അകന്നിരിക്കുവാനോ പിരിയുവാനോ വരെ സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതം വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ഈശ്വര അനുഗ്രഹം ഉള്ള ഒരു വർഷം തന്നെയാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, അവയും സൂക്ഷിക്കുക. വാഹന സംബന്ധമായി ചില നഷ്ടങ്ങൾ കാണുന്നുണ്ട്. വീട്ടിലൂടെ അതായത് വീടിന് വേണ്ടി അനാവശ്യമായി പൈസ ചിലവാക്കുക അല്ലെങ്കിൽ വാഹനത്തിന് വേണ്ടി പണം ചിലവാക്കുക. അപ്പോൾ വീട്, വസ്തു, വാഹനം ഇതെല്ലാം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. വീടൊക്കെ വസ്തു എല്ലാം വാങ്ങുമ്പോൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ പേപ്പറുകളെല്ലാം കൃത്യമാണോ എന്ന് പരിശോധിക്കുക. ആ ഒരു നിങ്ങൾ മുടക്കുന്ന ആ ഒരു എമൗണ്ടിനുള്ള വസ്തു തന്നെയാണോ അതെന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ വാങ്ങുവാൻ പാടുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചിലവാക്കേണ്ടത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങളുണ്ടാകും. എന്നാൽ മടി, അലസത നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അവയെല്ലാം വെടിഞ്ഞ് ആത്മാർത്ഥമായി വിദ്യാഭ്യാസം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാര്യതടസ്സം നിങ്ങൾ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഈ തടസ്സം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു വർഷക്കാലഘട്ടം ഏറ്റവും കൂടുതലായി കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രം, ഇടവം രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർ നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാനെ പൂജിക്കുക, ഗണപതി ഭഗവാന്റെ നാമം ജപിക്കുക. കഴിയുമെങ്കിൽ പക്കം നാളൊക്കെ വരുമ്പോൾ ഗണപതി ഭഗവാനെ ഒരു ഗണപതി ഹോമം കഴിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉണ്ണിയപ്പ വഴിപാടോ മോദക വഴിപാടോ ഇതെല്ലാം നടത്തി ഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റുന്നത് വളരെ നല്ലതായിരിക്കും. ഭഗവാന്റെ നാമമെല്ലാം ജപിച്ച് നിത്യവും ക്ഷേത്രദർശനം നടത്തി മുന്നോട്ട് പോയാൽ ഈ തടസ്സങ്ങൾ മാറുകയും സന്തോഷവും സമാധാനവും ഐശ്വര്യപരമായിട്ടൊരു ജീവിതം നയിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. കഴിയുമെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കഴിയുന്ന ദിവസം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന വ്യക്തികൾക്ക് ഞായറാഴ്ച ദിവസം മാത്രമായിരിക്കും സാധിക്കുന്നത്, ഞായറാഴ്ച ദിവസമെങ്കിലും അമ്പലത്തിൽ പോയി ഗണപതി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുകയും ഒരു പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ഭഗവാൻ ഒരു നാളികേരമെല്ലാം മുടച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ഐശ്വര്യമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും.